ഹായ് ഡിയേഴ്സ്. ഇപ്പം മെഡിക്കൽ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും എല്ലാ വിദ്യാർത്ഥികളും. പക്ഷേ ഇതുവരെ വെബ്സൈറ്റിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഈ 10 മണിക്കാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതുവരെ വന്നിട്ടില്ലായിരുന്നു. 2 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതായത് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലേക്കുള്ള മോപ്പപ്പ് അലോട്ട്മെൻറ്റിൻ്റെ ജോയിനിങ് ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് മെഡിക്കൽ BDS വിദ്യാർത്ഥികളുടെ NRI കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ 2 ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇന്ന് വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അതായത് 2020-21 വർഷത്തെ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെന്റ് വഴി പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അതാത് കോളേജുകളിൽ പ്രവേശനം നേടുന്നതിനായി 20-ാം തീയതി, ഇന്ന് 3 മണി വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത്. അപ്പോൾ പ്രസ്തുത തീയതി 20-ാം തീയതി നിന്നും 23-ാം തീയതി വൈകിട്ട് 3 മണി വരെയായി ദീർഘിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഈ ഒരു 9:45 സമയത്താണ്. ഇപ്പം 20-ാം തീയതിയിൽ നിന്നും 23-ാം തീയതി വൈകിട്ട് 3 മണി വരെയായിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും വിദ്യാർത്ഥികൾ അഡ്മിഷൻ, ഒരുവിധം കുട്ടികളൊക്കെ തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും. ഇനിയും എന്തെങ്കിലും കാരണവശാൽ എടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ CEEയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് NRI കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 2020 അധ്യയന വർഷം സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ ദന്തൽ കോളേജുകളിലെ NRI കോട്ട സീറ്റുകളിൽ പരിഗണിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ലിസ്റ്റ് cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പം ഓരോ വിദ്യാർത്ഥിയും അവരുടെ പ്രൊഫൈലിൽ പോയി NRI കോട്ടയുടെ സീറ്റുകളിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അതിനുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റ് വിവരങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.